ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ മലയാളത്തിൽ ഇന്നത്തെ വീഡിയോയിൽ നല്ല ക്വാളിറ്റി ഉള്ള ഓഡിയോ നമ്മുടെ വീട്ടിലെ ഓഡിയോ സിസ്റ്റത്തിൽ നിന്ന് കിട്ടുന്നില്ലെങ്കിൽ അതെങ്ങനെ ശരിയാക്കാന്നുള്ളതാണ് നോക്കുന്നത്. നല്ല ബേസ്, നല്ല ട്രിബിള്, നല്ല വോക്കലൊക്കെ വന്നാലേ നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഓഡിയോ കിട്ടുള്ളൂ. അപ്പൊ അതിലെ ട്രിബിൾ കണക്ഷനെ പറ്റിയാണ് നമ്മൾ നോക്കുന്നത്. ട്രിബിൾ എന്ന് പറയുന്നത് ട്യൂട്ടറിന് വരുന്ന ഒരു സൗണ്ട് എഫക്ട് ആണ് ട്രിബിൾ. ട്യൂട്ടർ കണക്ഷൻ നന്നാക്കി കറക്റ്റ് ആയിട്ട് നല്ല ഫിൽട്ടർ ചെയ്ത് കൊടുത്താൽ മാത്രമേ നല്ല ട്രിബിൾ കിട്ടുള്ളൂ. അപ്പൊ അതിന് നല്ല സിമ്പിൾ ആയിട്ട് നമ്മൾ അവൈലബിൾ ആയ സാധനം ഉപയോഗിച്ച് നമുക്ക് നല്ല ഓഡിയോ ഫിൽട്ടർ ചെയ്തെടുക്കാം. ട്യൂട്ടറിലേക്കുള്ള കണക്ഷൻ ഫിൽട്ടർ ചെയ്തെടുക്കാം. അതെങ്ങനെയാന്ന് നോക്കാം. അപ്പൊ ഇത് വെറും 50 രൂപ വരെയുള്ള ഒരു ട്യൂട്ടറാണ്. നമ്മൾ ഈ വീഡിയോയിൽ ഇതിന്റെ കണക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ട്യൂട്ടറാണ് ഉപയോഗിക്കുന്നത്. ഈ വ്യൂഫറിന് നേരിട്ടാണ് ട്യൂട്ടറിലേക്ക് കണക്ഷൻ നമ്മൾ കൊടുക്കുന്നത്. ഇത് ഒരു ബൈപോളർ അല്ലെങ്കിൽ നോൺ പോളർ എന്നൊക്കെ പറയുന്ന ടൈപ്പ് കപ്പാസിറ്ററാണ്. ഈ ഹൈ പവറുള്ള ഓഡിയോ സിസ്റ്റത്തിനൊക്കെയാണ് ഇങ്ങനത്തെ ട്യൂട്ടർ കൊടുക്കുക. അപ്പൊ അങ്ങനത്തെ കിട്ടിയില്ലെങ്കിൽ ഇങ്ങനെയുള്ള 4.7 വാല്യൂ ഉള്ള രണ്ട് കപ്പാസിറ്റർ, 63 വോൾട്ടിന്റെ രണ്ട് കപ്പാസിറ്റർ എടുത്തിട്ട് അതിന്റെ രണ്ട് നെഗറ്റീവ് സൈഡും കൂടി ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റേ രണ്ട് സൈഡും കൂടി സീരീസ് ആയിട്ട് ട്യൂട്ടറിന്റെയും വൂഫറിന്റെയും ഇടയിൽ കണക്ട് ചെയ്താൽ നല്ല ഫിൽട്ടർ ആയിട്ട് വർക്ക് ചെയ്യും. അപ്പൊ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. ഈ ട്യൂട്ടർ ഇതിൽ ഈ കണക്ഷനിൽ കൊടുക്കുക. ഈ കപ്പാസിറ്റർ കണക്ഷനിലും അതിന്റെ മറ്റേ കണക്ഷൻ ആ വൂഫറിന്റെ രണ്ട് സൈഡിലും ആയിട്ട് കൊടുക്കുക. ഈ കപ്പാസിറ്റർ ആണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇതിന്റെ ഈ സൈഡിൽ നിന്ന് ഒരു കണക്ഷൻ അങ്ങോട്ടും മറ്റേ നെഗറ്റീവ് നേരിട്ടും കൊടുക്കുക. അപ്പൊ നമ്മൾ സോൾഡർ ചെയ്തിട്ട് കയ്യിൽ സോൾഡർ ചെയ്യുക. തിരിച്ചിട്ടാലൊന്നും അത്ര ക്ലാരിറ്റി ആയിട്ട് വർക്ക് ചെയ്യില്ല. കരകര എന്ന സൗണ്ട് ഒക്കെ ഉണ്ടാവും. ഇനി കണക്ട് ചെയ്ത് നോക്കാം. നമ്മൾ ചുവപ്പും കറുപ്പും സ്പീക്കർ വയർ എടുത്തിട്ട് റെഡ് കപ്പാസിറ്ററിലും ബ്ലാക്കും ഡയറക്റ്റും കൊടുക്കുക. റെഡ് കപ്പാസിറ്ററിൽ കൊടുക്കുക. അപ്പൊ നമ്മളത് കണക്ട് ചെയ്താൽ ഇങ്ങനെ ഇരിക്കും. അടുത്ത അത് അതിന്റെ രണ്ടെൻഡും മറ്റേ വൂഫറിന്റെ പോസിറ്റീവിൽ റെഡും നെഗറ്റീവിൽ ബ്ലാക്കും കൊടുക്കുക. ചില വൂഫറിൽ പോസിറ്റീവ് മാർക്ക് ഉണ്ടാവും, ചിലതിൽ അത് ഉണ്ടാവില്ല. അത് കണ്ടുപിടിക്കുന്നതിനെ പറ്റി വേറെ ഐഡിയകളൊക്കെ ഉണ്ട്. കണ്ടുപിടിക്കുന്നതിനെ പോസിറ്റീവ് പോയിന്റ് എങ്ങനെ കണ്ടുപിടിക്കാന്നുണ്ട്. അപ്പൊ അത് പോസിറ്റീവിൽ നമ്മൾ കൊടുത്ത് നെഗറ്റീവിലും കൊടുക്കും. ഇത്രയും സിമ്പിൾ ആയിട്ടാണ് ട്യൂട്ടറിന്റെ കണക്ഷൻ വരുന്നത്. ഇനി ഇത് സ്പീക്കർ നമ്മളെ ആംപ്ലിഫയർ കണക്ട് ചെയ്യാൻ വേണ്ടിട്ട് ഒരു രണ്ട് വയർ എന്റെ കൂടെ കണക്ട് ചെയ്യാം. ഓക്കെ, ഇനി ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ കണ്ടു, നമ്മൾ കപ്പാസിറ്റർ മാറ്റി നമ്മൾ അതിന് പകരമായിട്ട് ഉപയോഗിക്കാവുന്ന ആ കപ്പാസിറ്റർ ഒന്ന് കണക്ട് ചെയ്തിട്ട് പ്ലേ ചെയ്ത് നോക്കാം. ഇതിപ്പോ നേരത്തെ നമ്മൾ ജോയിൻ ചെയ്ത് വെച്ച കപ്പാസിറ്റർ രണ്ട് നെഗറ്റീവ് പോയിന്റ് നമ്മൾ സോൾഡർ ചെയ്തിട്ട് ഒരു പോയിന്റ് ആ ട്യൂട്ടറിന്റെ ഒരു കണക്ഷനിലും ആ റെഡ് വയർ അതിന്റെ മറ്റേ കണക്ഷനിലും കൊടുക്കുക. ഈ പ്ലേ ചെയ്താല് നമ്മൾ വലിയ വ്യത്യാസമൊന്നുമില്ലാതെ നല്ല കറക്റ്റ് ഫിൽറ്റർ ഇട്ട അതേ എഫക്റ്റിൽ തന്നെ ഇത് വർക്ക് ചെയ്യും. ഈ ഫിൽറ്റർ ഇട്ടാലും അതിട്ടാലും ഒരേ എഫക്ട് തന്നെയാണ്. വ്യത്യാസം വരുന്നത് എവിടെയാന്ന് വെച്ചാൽ ഹൈ എൻഡ് ഓഡിയോകളിൽ തന്നെ അതിന് ഇങ്ങനെയുള്ള നെറ്റ്വർക്കുകൾ വാങ്ങിക്കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് ബോസ്റ്റൺ എന്ന് പറഞ്ഞ കമ്പനിയുടെ നെറ്റ്വർക്കാണ്. ഇത് ഇൻപുട്ട് പോയിന്റും അതിന്റെ മറ്റേ സൈഡിൽ ഈ 150 വാട്ട്സ് ഓഡിയോന്റെ ഔട്ട്പുട്ട് വൂഫറിന് കാണാം, അതിന്റെ അപ്പുറം ട്യൂട്ടറിന് കാണാം. അപ്പൊ വൂഫറിലും ട്യൂട്ടറിലും കൊടുത്താൽ ഫ്രീ ഈസി ആയി. അപ്പൊ ഇങ്ങനെ കണക്ട് ചെയ്താൽ നമുക്ക് നല്ല ക്ലാരിറ്റി ഉള്ള ഓഡിയോ നമുക്ക് വീട്ടിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.